കാർബോക്സി ഹീമോഗ്ലോബിൻ മോർ ദാൻ 200 ടൈംസ് ആണ് ഹീമോഗ്ലോബിനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഡിക്രീസ്ഡ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി. ബെഡ് സൈഡ് ടെസ്റ്റ് ഉണ്ട്. കാർബൺ മോണോക്സൈഡ് കണ്ടുപിടിക്കാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് സംടൈംസ് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാം ഡ്യൂ ടു റിട്ടേൺ വീനസ് റിട്ടേൺ ദാറ്റ് കോസസ് ക്യൂട്ടേനിയസ് എഡിമ ദാറ്റ് കോസസ് ദിസ് ബ്ലിസ്റ്റർ. ചെറിയ റെഡ് ബ്രൈറ്റ് കളർ ഉണ്ടാവും. മോർ ദാൻ 30% കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ എഡിമ പൾമണറി എഡിമ ഉണ്ടാവും. മസിൽ ആൻഡ് ബ്ലഡ് പിങ്ക് കാർബോക്സി ഹീമോഗ്ലോബിനാണ് കളർ ചേഞ്ച്. ഫോർമാലിൻ ടിഷ്യൂസിൽ ഫോർമാലിൻ ഉണ്ടെങ്കിൽ കൂടുതൽ അത് കിട്ടും. ഹൈപ്പോതെർമിയ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അനീമിയ ഉള്ള പേഷ്യൻസിൽ ദിസ് കാർബോക്സി ഹീമോഗ്ലോബിൻ വളരെ കുറവായിരിക്കും, അതുകൊണ്ട് കളറും കുറവായിരിക്കും. ലെസ് ദാൻ 60 ഇയറിൽ 50 to 60% ആൾ ഡെത്ത് ആവാൻ സാധ്യതയുണ്ട്. ഓൾഡർ പീപ്പിൾ 30% കാർബോക്സി ഹീമോൺ ഡെത്ത് ആവാൻ സാധ്യതയുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ റാപ്പിഡ് അബ്സോർപ്ഷൻ ആൻഡ് ദ എയർ. പിന്നെ ആൽക്കഹോൾ, കാർഡിയാക് ഡിസീസ്, റെസ്പിറേറ്ററി ഡിസീസ്, അതുപോലെ തന്നെ കുട്ടികൾ ഇൻഫൻസിനും റാപ്പിഡ് അബ്സോർബൊക്കെ ചെയ്യും. ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ലിക്വിഡ് പാരാഫിന് ആണ് നമ്മൾ ബോട്ടിൽ യൂസ് ചെയ്യേണ്ടത് ടു പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് ദിസ് ഗ്യാസ്, പ്രിവെൻറ്റ് ഓക്സിഡേഷൻ, ഡീഗ്രഡേഷൻ, ഡിക്രീസ്ഡ് റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. ബ്ലഡാണ് സ്റ്റേബിൾ സ്റ്റേറ്റിലുണ്ടാകും ആക്യുറേറ്റ് അനാലിസിസ് ഉണ്ടാക്കാൻ. ഫൈബ്രോനെക്റ്റിൻ എന്നുള്ള മോളിക്യൂൾ ആൻഡ് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ. സെൻട്രൽ വൈറ്റ് മാറ്ററിൽ പെറ്റക്കിയയിലൊക്കെ ഉണ്ടാവും. മയോകാർഡിയൽ ലീഷൻസ് ഉണ്ടാവാം. ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, ബോഡി ഈസ് ബേൺഡ് ആണെങ്കിൽ മോർ ദാൻ ഒരു ബോഡി ബേൺ ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിൻ മോർ ദാൻ 10% ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാം. ആൾ റെസ്പയർ ചെയ്തു ഡ്യൂറിങ് ഫയറിൽ, അതുകൊണ്ടാണ് മോർ ദാൻ 10% കാർബോക്സി ഹീമോഗ്ലോബിൻ ഉള്ളത്. But petrol rapid fire may not be detected, this carboxy hemoglobin. Depends upon air concentration also. And cavitation and necrosis in cerebral globus pallidus basal ganglia putamen. And histopathology glitzer cells, scavenger cell, foam cells, microglia ഉണ്ടാവാം. പിന്നെ അതുപോലെ എൻട്രി ബോണ്ട് എക്സിറ്റ് ബോണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഈ ഗ്ലിറ്റ്സർ സെൽസ്, സ്കാവഞ്ചിങ് സെൽ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് അപ്പ് ഓഫ് ദ സെല്ലുലാർ ഡെബ്രീസ് വേസ്റ്റ് എക്സ്പ്ലോസീവ് ആണ്. എൻ്റർ ദ ബോണ്ടിൽ നമുക്ക് കാർബോക്സി ഹീമോഗ്ലോബിനും മയോഗ്ലോബിനൊക്കെ കാണാം. അതുപോലെ തന്നെ ഹോപ്പീസ് ടെസ്റ്റ് ഉണ്ട്. സാങ്കിനസ് ഫ്ലൂയിഡ്, ബ്ലഡ് ഈസ് ഇൻ എ ഫ്ലൂയിഡ് സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ ഫീറ്റൽ ബ്ലഡ് റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻറ്റ് ടു ആൽക്കലി അപ് ടു 6 months. താങ്ക് യു.